നമസ്കാരം. ലോക്സഭയിൽ ബി.ജെ.പിക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിലും ബില്ലുകൾ പലപ്പോഴും രാജ്യസഭയിൽ പാസാക്കിയെടുക്കുന്നത് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ.എസ്.ആർ. കോൺഗ്രസ് ഉണ്ടല്ലോ, ആ വൈ.എസ്.ആർ. കോൺഗ്രസിൻ്റെയും നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിൻ്റെയും ഉത്തമ സഹായത്തോടു കൂടിയാണ്. ബില്ലുകൾ രാജ്യസഭയിൽ ഒറ്റയ്ക്ക് പാസാക്കിയെടുക്കുവാനുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് ബി.ജെ.പി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഈ കാർഷിക ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കിയെടുക്കുവാൻ ബി.ജെ.പി വല്ലാതെ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ നിയമങ്ങളൊക്കെ മൊത്തം പൊളിച്ചെഴുതുന്ന ഒരു ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന സംവിധാനം, ആ ബില്ല് ഇതുവരെ ബി.ജെ.പി അവതരിപ്പിക്കാത്തത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. എങ്ങനെയെങ്കിലും രാജ്യസഭയിൽ ബില്ല് പരാജയപ്പെട്ടാൽ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും, അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. കഴിഞ്ഞ മാസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളിൽ ജയിച്ചതോടുകൂടി ബി.ജെ.പിക്ക് ഇനി ഭൂരിപക്ഷത്തിന് ആവശ്യമെന്ന് പറയപ്പെടുന്നത് വെറും 4 സീറ്റ് മാത്രമാണ്. രാജ്യസഭയിൽ എൻ.ഡി.എ സഖ്യത്തിൻ്റെ അംഗബലം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ 117 ആണ്. 240 അംഗ രാജ്യസഭയിൽ 121 ആണ് ഭൂരിപക്ഷത്തിനായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. രാജ്യസഭയിൽ ഏറ്റവും വലിയ കക്ഷിയായ ബി.ജെ.പിക്ക് തനിച്ച് ഏകദേശം 97 എം.പിമാർ ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനാണെങ്കിൽ വെറും 29 എം.പിമാരായി അത് കുറയുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിന് 13, DMK-ക്കും AAP-ക്കും 10 വീതം സീറ്റുകളുമുണ്ട് എന്നുള്ളതാണ്. ബി.ജെ.ഡിക്കും വൈ.എസ്.ആർ. കോൺഗ്രസിനും 9 വീതം, BRS-ന് 7, RJD-ക്ക് 6, CPM-ന് 5, കൂടാതെ JDU, അണ്ണാ DMK എന്ന് പറയപ്പെടുന്ന പാർട്ടികൾക്ക് 4 വീതം എം.പിമാർ രാജ്യസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന് ആകെയുള്ള 29 രാജ്യസഭാ എം.പിമാരിൽ ഒരാളിതാ രാജസ്ഥാനിൽ നിന്നുള്ള അംഗമാണ്, അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള MP ആയിട്ടുള്ള KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ അറിയാമല്ലോ. അദ്ദേഹം ഈ MP സ്ഥാനം വെച്ചാണ് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതായത് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് 2020 രാജ്യസഭയിലാണ് എത്തുന്നത്. അദ്ദേഹത്തിന് 2027 ജൂൺ വരെ കാലാവധി ഉണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ വിജയിക്കുകയാണെങ്കിൽ, വിജയിക്കില്ലെന്ന് രണ്ടാമത്തെ കാര്യമാണ്, വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ MP സ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സ്ഥിതി അനുസരിച്ച് അവിടെ നിന്ന് കോൺഗ്രസിന് രാജ്യസഭയിലേക്ക് ഒരാളെ വിജയിപ്പിക്കുവാൻ സാധിക്കില്ല. അങ്ങനെയാകുമ്പോൾ അവിടെ ബി.ജെ.പിയുടെ MP ആയിരിക്കും ജയിക്കുക. അതുപോലെ കേവല ഭൂരിപക്ഷത്തിലേക്കുള്ള അംഗസംഖ്യയോട് ബി.ജെ.പി കൂടുതൽ അടുക്കുന്നു എന്ന് പറയാം. ജാർഖണ്ഡിൽ മെയ് 4-ന് കാലാവധി തീരുന്ന 2 സീറ്റുകളുണ്ട്. ആ 2 സീറ്റുകളിൽ ഒന്നിൽ ബി.ജെ.പിക്ക് ജയിക്കാനാകും. ഇനി ഒന്ന് ജൂലൈ 2-ന് കാലാവധി പൂർത്തിയാകുന്ന കേരളത്തിലെ തന്നെ 3 സീറ്റുകളുണ്ട്. ആ 3 സീറ്റുകളിൽ 2-ൽ LDF-നും 1-ൽ UDF-നും വിജയിക്കാനാകും. ഈ ഒന്ന് എളമരം കരീം, മറ്റൊന്ന് ബിനോയ് വിശ്വം, മറ്റൊന്ന് ജോസ് കെ മാണി. ഇവരുടെ കാലാവധിയാണ് ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ അവസാനിക്കാൻ പോകുന്നത്. ഇതിൽ UDF-ന് ലഭിക്കുന്ന ഏക സീറ്റ് എന്ന് പറയപ്പെടുന്ന മുസ്ലിം ലീഗിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇതോടുകൂടി കേരളത്തിൽ നിന്നുള്ള UDF-ൻ്റെ 3 രാജ്യസഭാ അംഗങ്ങളും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടെ കോൺഗ്രസിന് ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽ നിന്നും ഒരു രാജ്യസഭാ MP-മാർ പോലും ഇല്ലാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ടാകും കോൺഗ്രസിന് എന്നുള്ളത്. കോൺഗ്രസിൽ നിന്ന് ജബി മേത്തറും മുസ്ലിം ലീഗിൽ നിന്ന് PV അബ്ദുൽ വഹാബുമാണ് നിലവിൽ UDF-ലെ അംഗങ്ങളെന്ന് പറയപ്പെടുന്നത്. ആ അംഗങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇമാതിരിയുള്ള മണ്ടത്തരത്തെയാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെന്ന് പാടിപ്പുകഴ്ത്തുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് ചിരി അടക്കാൻ കഴിയാതായി പോകുന്നത്. കോൺഗ്രസ് പാർട്ടി എന്നും ഒരു ആൾക്കൂട്ടമായിരുന്നു എങ്കിൽ കൂടിയും തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ അവരൊന്ന് ഒത്തുചേരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടെ മുഖ്യ പ്രതിപക്ഷമാകാനുള്ള MP-മാരെ പോലും സൃഷ്ടിക്കുവാൻ കഴിയാതെ പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം എന്ന് പറയപ്പെടുന്ന ആരാണെന്ന് അറിയാമല്ലോ, KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേട്ടിരുന്ന് ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അത് ഉറപ്പിക്കുന്നു. കോൺഗ്രസിനെ പട്ടടയിലേക്ക് എടുപ്പിച്ചത് KC വേണുഗോപാലിൻ്റെ റോക്കറ്റ് ബുദ്ധി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാലും ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചാലും ബി.ജെ.പിക്ക് നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
രാജ്യസഭയിൽ ഒരു MP-യും കേരള നിയമസഭയിൽ BJPക്ക് ഒരു സീറ്റും അല്ലെങ്കിൽ ഒരു MLA-യും ലഭിക്കും എന്നുള്ള കാര്യവും വ്യക്തമാണ്. BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിനായിട്ട് അതിവേഗത്തിൽ മുന്നിലോടുന്ന KC വേണുഗോപാലിന് അഭിനന്ദനങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഈ KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന ഒരൊറ്റ വ്യക്തി കാരണം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ദേശീയ പ്രസ്ഥാനം ഇത്രത്തോളം അധപ്പതിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത, കഴിവില്ലാത്ത ഒരു മന്ദബുദ്ധിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹമാണ് ഈ KCയോടൊപ്പം ഇന്ത്യയെ നയിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള 140 കോടി ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്നത്. ഇനി പറയേണ്ടത് എത്രമാത്രം, രാഹുലിനെ നിങ്ങൾ വിദേശത്തേക്ക് അയക്കുക. രാഹുൽ എന്തായാലും 2024 തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തോടു കൂടി ഇനിയുള്ള വാസം വിദേശത്തായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് പുറത്തു വരുന്ന വാർത്ത. മറ്റൊന്ന്, ഈ KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെയും AK ആന്റണിയെയും ഒക്കെ വീട്ടിലിരുത്തുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പറഞ്ഞു വിടുക. എന്നിട്ട് കോൺഗ്രസിനെ ഒന്നുകൂടി ഒന്ന് പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുക. ശശി തരൂരോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ നയിക്കട്ടെ ആ പാർട്ടിയെ. മറ്റൊന്നും കൊണ്ടല്ല, മൂന്നാമതും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരികയും ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും കോൺഗ്രസ് ഉണ്ടാകേണ്ടതല്ലേ? അതിനുവേണ്ടിയെങ്കിലും ഒന്ന് ശ്രമിക്കൂ കോൺഗ്രസ്സുകാരെ.